പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ. പെന്തിക്കോസ്തിക്ക് ശേഷം മൂന്നാം ഞായർ, മാർ അപ്രയം മൽപ്പാൻ്റെ ഓർമ്മ ദിനം, ശ്ലീഹാനോമ്പിൻ്റെ കാലം, ജൂൺ 16 മുതൽ 29 വരെയുള്ള തീയതികൾ, 13 ദിവസങ്ങൾ ശ്ലീഹാനോമ്പിൻ്റെ കാലമാണ്. അപ്പോസ്തോലന്മാരുടെ ജീവിതചര്യയെ അടുത്തറിയുന്നതിനും ആ വിശുദ്ധിയെ അനുകരിക്കുന്നതിനുമുള്ളതായ ദിനങ്ങൾ. ഇന്നത്തെ വിചിന്തനത്തിനായി തിരുസഭ നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 35 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്തു വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയുമില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പിറുപിറുത്തു. അവർ പറഞ്ഞു, ഇവൻ ജോസഫിൻ്റെ മകനായ യേശുവല്ലേ? ഇവൻ്റെ പിതാവിനെയും മാതാവിനെയും നമുക്കറിഞ്ഞുകൂടെ? പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ഇവൻ പറയുന്നത്? യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം പിറുപിറുക്കേണ്ടതില്ല. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം. ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരിക്കുമോർ. പ്രസ്തുത സുവിശേഷ ഭാഗം ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണം എന്നാണ് അറിയപ്പെടുക. യഥാർത്ഥമായ ദൈവ അന്വേഷണവും ആഴമേറിയ വിശ്വാസവും ആത്മീയ വിശപ്പും ജീവൻ്റെ അപ്പത്തെ മനസ്സിലാക്കുവാൻ ആവശ്യമാണ്. യേശു അപ്പം വർദ്ധിപ്പിച്ചതും വെള്ളത്തിനു മീതെ നടന്നതും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചതും ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൻ്റെ ഒരുക്കങ്ങളാണ്. ജീവൻ്റെ അപ്പം ദൈവവചനമായ യേശുവാണ്. ദൈവവചനമായ യേശു ആവശ്യപ്പെടുന്ന വിശ്വാസത്തിൻ്റെ പ്രത്യുത്തരമാണ് ദിവ്യകാരുണ്യമായ യേശുവിനെ ജീവിത വിശുദ്ധിയോടെ സ്വീകരിക്കുക, ഭക്ഷിക്കുക, പാനം ചെയ്യുക എന്നത്. ഞാനാണ് ജീവൻ്റെ അപ്പം എന്ന പ്രസ്താവന യേശു ആരാണെന്നതിനുള്ള പ്രതീകാത്മക വിവരണമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഞാനാകുന്നു വചനങ്ങൾ അഥവാ എഗോ എയ്മി വചനങ്ങൾ. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ. മോശയ്ക്ക് ദൈവം സ്വയം വെളിപ്പെടുത്തിയത് ഞാനാകുന്നു എന്നാണ്. 2-ാം യെശയ്യായും
ദൈവത്തിൻ്റെ മഹോന്നത നാമമായി പ്രഖ്യാപിക്കുന്നത് അനീഹു, അവൻ ഞാനാകുന്നു എന്നാണ്. മെശിഹായുടെ ദൈവത്വത്തിൻ്റെ അനിഷേധ്യമായ വെളിപ്പെടുത്തലാണ് ഞാനാകുന്നു എന്ന പ്രയോഗം. 7 ഞാനാകുന്നു പ്രസ്താവനകൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. 1, ഞാനാകുന്നു ജീവൻ്റെ അപ്പം, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാം തിരുവചനം. 2, ഞാനാകുന്നു ലോകത്തിൻ്റെ പ്രകാശം, യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം തിരുവചനം. 3, ഞാനാകുന്നു വാതിൽ, യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 7-ാം തിരുവചനം. 4, ഞാനാകുന്നു നല്ല ഇടയൻ, യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം തിരുവചനം. 5, ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും, യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം തിരുവചനം. 6, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം തിരുവചനം. 7, ഞാനാകുന്നു സാക്ഷാൽ മുന്തിരിച്ചെടി, യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1-ാം തിരുവചനം. ഞാനാകുന്നു എന്ന് മോശയ്ക്ക് വെളിപ്പെടുത്തിയ ദൈവം യേശുവിലൂടെ വെളിപ്പെടുത്തുന്ന 7 ഞാനാകുന്നു പ്രസ്താവനകളാണ് ഇവ. വിശ്വാസത്തിലേക്കുള്ള ക്ഷണമാണ് എൻ്റെ അടുത്തു വരിക എന്ന പ്രയോഗം. യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നവരാണ് വിശ്വാസത്തിൽ വളർച്ച പ്രാപിക്കുന്നത്. വിശ്വാസം ദൈവദാനമാണ്. 35-ാം തിരുവചനം, ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. പിതാവിൻ്റെ ആകർഷണ ഫലമായാണ് ഒരുവൻ യേശുവിൻ്റെ അടുത്ത് വരുന്നത്. ഇവിടുത്തെ വിശപ്പും ദാഹവും യേശുവിനായുള്ള, ദൈവത്തിനായുള്ള വിശപ്പും ദാഹവുമാണ്. ആത്മീയ വിശപ്പും ആത്മീയ ദാഹവും. 44-ാം തിരുവചനം, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. ആത്മീയ വിശപ്പും ആത്മീയ ദാഹവും അകറ്റുന്നതിന് തൻ്റെ അടുത്ത് വരുന്നവർക്കായി യേശു നൽകുന്ന അപ്പം ജീവൻ്റെ അപ്പമായ തൻ്റെ ശരീരരക്തങ്ങളാണ്. 34-ാം തിരുവചനം, കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് പിതാവിൻ്റെ ഇഷ്ടം. യേശു നിത്യജീവൻ്റെ അപ്പമാണ്. അവൻ്റെ അടുക്കൽ വരുന്നവനെ അവൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. കർത്തൃപ്രാർത്ഥനയിലെ ഞങ്ങൾക്കാവശ്യമുള്ള അപ്പം, അനുദിനം നൽകുന്ന അപ്പം, യേശുവാകുന്ന ജീവൻ്റെ അപ്പമാണ്. ഇന്ന് എന്ന ദൈവമനുഷ്യ കണ്ടുമുട്ടലിൻ്റെ നിമിഷം നൽകപ്പെടുന്ന അനുരഞ്ജനത്തിൻ്റെ അപ്പം യേശുവാകുന്ന ജീവൻ്റെ അപ്പമാണ്. മനുഷ്യൻ്റെ വിശ്വാസം ആരംഭിക്കുന്നത് ദൈവപിതാവ് അവരെ യേശുവിന് നൽകുമ്പോഴാണ്. തനിക്ക് നൽകപ്പെട്ടവരെ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിലെ നിത്യജീവൻ്റെ ഉയർപ്പിനായി കാത്തു സൂക്ഷിക്കുന്ന നല്ല ഇടയനാണ് യേശു. തന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുകയാണ് പുത്രനായ യേശുവിൻ്റെ ദൗത്യം. യേശു ജീവൻ്റെ അപ്പമാണെന്ന ദിവ്യകാരുണ്യ സത്യം അംഗീകരിക്കാത്തവർ ജീവൻ്റെ അപ്പമായ യേശുവിനെ കണ്ടിട്ടും വിശ്വസിക്കാത്തവരാണ്. കണ്ടു വിശ്വസിക്കേണ്ടുന്നതിന് യേശു നൽകുന്ന അടയാളമാണ് ജീവൻ്റെ അപ്പം അഥവാ
വിശുദ്ധ കുർബാന. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവൻ്റെ അപ്പം യേശുവാണ്. ജീവൻ്റെ ബലിവേദിയിൽ അവിടുന്ന് ഇന്നും ശരീരരക്തങ്ങളിൽ സന്നിഹിതനാണ്. അന്ത്യദിനത്തിലെ ഉയർപ്പിനായുള്ള ജീവൻ്റെ ഔഷധം, ഞാൻ പുനരുത്ഥാനവും ജീവനുമാണെന്ന് പറഞ്ഞ ജീവൻ്റെ അപ്പമാണ്. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ടാകണമെന്ന പിതാവിൻ്റെ ഇഷ്ടം നിവൃത്തിയാകുന്നത് ജീവൻ്റെ അപ്പമായ ദിവ്യകാരുണ്യനാഥൻ്റെ തിരുശരീര രക്തങ്ങൾ യോഗ്യതാപൂർവം സ്വീകരിക്കുമ്പോഴാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54 അധ്യായം 13 തിരുവചനം. കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രബോധനത്തിലൂടെ പിതാവ് തന്നെ യേശുവാകുന്ന സ്വർഗീയ അപ്പത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. 45 തിരുവചനം. അങ്ങനെ അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന പ്രവാചകഗ്രന്ഥം നിറവേറി. ദൈവവിശ്വാസത്തിൽ വളരുന്നവൻ ദൈവിക ജ്ഞാനത്തിൽ വളർച്ച പ്രാപിക്കുന്നു. ദൈവപുത്രനിൽ വിശ്വസിക്കാത്ത യഹൂദർക്ക് ദൈവിക ജ്ഞാനവും നിത്യജീവനും ലഭിക്കുന്നില്ല. ആമോസിൻ്റെ പുസ്തകം 8 അധ്യായം 11-12 തിരുവചനങ്ങൾ. ദേശത്ത് ഞാൻ ക്ഷാമം അയക്കുന്ന നാളുകൾ വരുന്നു. ഭക്ഷണക്ഷാമമോ ദാഹജലത്തിനുള്ള വറുതിയോ അല്ല, കർത്താവിൻ്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത്. അന്ന് അവർ കടൽ മുതൽ കടൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും. കർത്താവിൻ്റെ വചനം തേടി അവർ ഉഴലുമെങ്കിലും കണ്ടെത്തുകയില്ല. കർത്താവിൻ്റെ വചനം തേടി അവർ ഉഴലുമെങ്കിലും കണ്ടെത്തുകയില്ല. ദൈവവചനത്തിനായുള്ള വിശപ്പും ദാഹവുമാണ് വിശ്വാസത്തിൻ്റെ വളർച്ച സാധ്യമാക്കുന്നത്. വചനത്തിൻ്റെ മേശയിലൂടെ തിരുസഭ ഒരുവനെ വിശുദ്ധീകരിച്ച് ദൈവവാസസ്ഥലമാക്കി മാറ്റുന്നു, ദൈവവാസയോഗ്യമായ സ്ഥലമാക്കി മാറ്റുന്നു. നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി, നാഥ ഞങ്ങളോടൊത്ത് വസിച്ചാലും എന്ന വിശ്വാസ വളർച്ചയിലെ പ്രാർത്ഥന ദൈവവചനത്തിൻ്റെ ഫലദായകത്വമാണ്. വചനമേശ കൂടാതെ ദൈവരാജ്യ വിരുന്നിൻ്റെ മേശയില്ല. ദൈവരാജ്യം ദൈവത്തോടൊത്തുള്ള സഹവാസമാണ്. ദൈവരാജ്യത്തിലെ വിരുന്ന് ജീവമേശയിലെ ജീവൻ്റെ അപ്പമാണ്. ദൈവവചനം ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവർ വചനം കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്തവരാണ്. ദൈവവചനം അവരെ വിശുദ്ധീകരിച്ച് ദൈവവാസയോഗ്യമാക്കും. പ്രത്യുത്തരം നൽകി യേശുവിൻ്റെ അടുക്കൽ വരുന്നവരെ ദൈവം പഠിപ്പിക്കുന്നു. നിശ്ചിത പ്രായത്തിനും വളർച്ചയ്ക്കും ദൗത്യത്തിനും അനുയോജ്യമായ ഇടവകയിലെ ക്രൈസ്തവ കൂട്ടായ്മകൾ ദൈവവചന പഠനവേദികളാണ്. ദൈവവചനത്തിന് ചുറ്റിനുമുള്ള കൂട്ടായ്മകളാണ്. അവ ആനയിക്കപ്പെടുന്നത് ക്രിസ്തു ശരീരരക്തങ്ങൾക്കു ചുറ്റിനുമുള്ള കൂട്ടായ്മയിലേക്കാണ്, വിശുദ്ധ കുർബാനയിലെ വിശുദ്ധ സമ്മേളനത്തിലേക്കാണ്. ദൈവവചനം ശരിയായ വിധം ശ്രവിക്കുകയോ പഠിക്കുകയോ സുവിശേഷ ദൗത്യം നിർവഹിക്കുകയോ ചെയ്യാത്തവർ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ വെച്ച് ദൈവത്തിനും മോശയ്ക്കുമെതിരായി പിറുപിറുത്തതുപോലെ എന്നും അസ്വസ്ഥതയുടെയും നീരസത്തിൻ്റെയും പിറുപിറുപ്പ് പുറപ്പെടുവിക്കും. തൻ്റെ അടുത്തു വന്നവരെ, തൻ്റെ അടുത്തെത്തുന്നവരെ, യേശു തൻ്റെ അടുത്തെത്തുന്നവരെ
യേശു ക്ഷണിക്കുന്നത് തന്നോടൊത്തുള്ള വാസത്തിലേക്കും തന്നിലുള്ള വിശ്വാസത്തിലേക്കും ദൈവരാജ്യ വിരുന്നിൽ തൻ്റെ കൗദാശിക തിരുശരീര രക്തങ്ങൾ ഭക്ഷിച്ച് പാനം ചെയ്യുന്നതിനുമാണ്. ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവപുത്രനായ യേശു ക്രിസ്തുവാണ്. അവൻ മാത്രമേ ദൈവപിതാവിനെ കണ്ടിട്ടുള്ളൂ. പഴയ നിയമം ദൈവപിതാവിനെ കുറിച്ചുള്ള അവ്യക്തവും അപൂർണവുമായ വർണ്ണനകൾ നൽകുന്നു. എന്നാൽ പുതിയ നിയമം യേശു ക്രിസ്തുവിലൂടെ ദൈവപിതാവിനെ വ്യക്തമായും പൂർണ്ണമായും വെളിപ്പെടുത്തുന്നു. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ടവരാകുന്നതിനും യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നതിനും വിശ്വാസത്തിൽ വളർച്ച പ്രാപിക്കുന്നതിനും യേശുവോടൊത്ത് സഹവസിക്കുന്നതിനും ദൈവരാജ്യ വിരുന്നിൽ ദിവ്യകാരുണ്യമാകുന്ന കൗദാശിക തിരുശരീര രക്തങ്ങൾ ഭക്ഷിച്ച് പാനം ചെയ്യുന്നതിനും നിത്യജീവൻ്റെ നാഥൻ ജീവൻ്റെ അപ്പമായ യേശു നമ്മെ ക്ഷണിക്കുന്നു. കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്കെപ്പോഴും നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.